സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ VC ഉൾപ്പെടെ തയ്യാറായത്. കഴിഞ്ഞ 7 മാസമായി VC ആയി നിയമിക്കപ്പെട്ടതിന് ശേഷം കൃത്യം പറഞ്ഞാൽ 17 ദിവസം പോലും ഈ സർവകലാശാലയിലേക്ക് വരാത്ത ഒരു VC ആണ് ഇന്ന് ഈ സർവകലാശാല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ VCയും ഉപജാപക സംഘവും, അതോടൊപ്പം അവർക്ക് കുടപിടിക്കുന്ന സംഘപരിവാറും, അവരെ പിന്തുണക്കുന്ന സ്ഥലം MLA. അദ്ദേഹം നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. ഇവിടെ 24 ദിവസവും ഈ സമരത്തെ തിരിഞ്ഞു നോക്കാത്ത VC സിൻഡിക്കേറ്റിലേക്ക് ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഈ സർവകലാശാലയിൽ ഇതിൻ്റെ ക്യാമ്പസുകളായി പയ്യന്നൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കേന്ദ്രങ്ങളിൽ അധ്യാപകരില്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നും റിസർച്ച് സ്കോളേഴ്സിന് അവരുടെ PhD തിസിസ് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും സിൻഡിക്കേറ്റ് ചേരാത്ത സാഹചര്യത്തിൽ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് അവരോട് ആവർത്തിച്ചു പറയാൻ 24 ദിവസം ഞങ്ങളിവിടെ കിടക്കേണ്ടി വന്നു. ഈ 24 ദിവസവും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സ്ഥലം MLA ആ സിൻഡിക്കേറ്റ് മാർച്ചിന് ശേഷം ഞങ്ങളെ ചർച്ച ചെയ്യാൻ ക്ഷണിച്ച് 1 മിനിറ്റ് പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അനുഭാവപൂർവം കേൾക്കാൻ പോലും തയ്യാറാവാതെ അന്നിവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, നിങ്ങളെ എൻ്റെ സുരക്ഷയ്ക്കാണ് ഞാനിവിടെ വിളിച്ചു വരുത്തിയതെന്നും ഇവരോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ലെന്നും ഇവരെ കേൾക്കലല്ല എൻ്റെ ജോലിയെന്നും എനിക്ക് വഴിയൊരുക്കലാണ് നിങ്ങളുടെ ജോലിയെന്നും പോലീസിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു സിസ തോമസ്. എന്നിട്ട് ആ സമരത്തിൻ്റെ ആവശ്യം കേൾക്കാതെ ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങി വന്ന് 50 വാര അകലെ നിന്നാണ് സിസ തോമസ് ഈ സമരത്തെ കണ്ടത്. ആ 50 വാര അകലെ നിന്ന സിസ തോമസിന് 2 FIR ഇടേണ്ടി വന്നു ഈ സമരത്തെ അടിച്ചമർത്താൻ. ഒന്ന് 13-ാം തീയതി ഇട്ട FIR ആണ്. ആ FIR-ൽ സ്ഥലം SI കൂടിയായ പ്രദീപ് കുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. 60ഓളം വരുന്ന SFI പ്രവർത്തകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ ബിൽഡിങ്ങിലേക്ക്, സിൻഡിക്കേറ്റ് നടക്കുന്ന ബിൽഡിങ്ങിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അതോടൊപ്പം പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇതാണ് FIR-ൻ്റെ കോപ്പിയിൽ എഴുതി വച്ചിരിക്കുന്നത്, 13-ാം തീയതിയിലെ FIR. അന്ന് തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവനും ആളുകളും സിസ തോമസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ചോദിച്ചു, എന്തെങ്കിലും പരാതിയുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, വിദ്യാർത്ഥികളുടെ സമരം കേൾക്കണ്ടേ? അതിൽ ചില മാധ്യമങ്ങൾ പ്രത്യേക ശ്രദ്ധ വരുത്തി, എന്തെങ്കിലും SFIക്കെതിരെയും കിട്ടുമോ എന്നുള്ളത്. പ്രശ്നമില്ല, അത് നിങ്ങളുടെ മാധ്യമധർമ്മം, നിങ്ങൾ ചോദിച്ചു. പക്ഷെ അപ്പോഴൊന്നും യാതൊരുവിധ പരാതിയുമില്ലാത്ത സിസ തോമസിന് രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കറെ കണ്ടതിന് ശേഷം, ചാൻസലറെ കണ്ടതിന് ശേഷം പൊടുന്നനെ ഒരു ബോധോദയുണ്ടാവുകയാണ്. എൻ്റെ മുടിയാരോ കുത്തിപ്പിടിച്ചു, എന്നെ ചുമരിന് ചാർത്തി നിർത്തി ആക്രമിച്ചു. മുടി കുത്തിപ്പിടിച്ചും ചുമരിന് ചാർത്തി നിർത്തി ഒരു സർവകലാശാല VCയെ SFI ആക്രമിച്ചു എന്ന് ഹീനമായി നുണ പറഞ്ഞു ഒരു VC. ആരെങ്കിലും കണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? SFIയെ വെച്ചേക്കുവോ?